ഗാസ വെടിനിർത്തൽ ചർച്ചകൾക്കിടെ വൈറ്റ് ഹൌസിൽ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച. ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തു നെതന്യാഹു. ഇന്ത്യ പാക് സംഘർഷം ഉൾപ്പെടെ നിരവധി യുദ്ധ സാഹചര്യങ്ങൾ തന്റെ ഇടപെടലിലൂടെ ഒഴിവായെന്ന് വീണ്ടും ആവർത്തിച്ച ട്രംപ്. മനു അഖില ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനു, ഈ ലോകരാഷ്ട്രങ്ങൾ തന്നെ, ലോക ജനത തന്നെ ഏറെ ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ചയാണിത്. ഹമാസിൽ സമാധാനം, പലസ്തീനിൽ സമാധാനം പുലരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. അതുമാത്രമല്ല, ട്രംപ് ഇപ്പോൾ മുൻ അവകാശവാദങ്ങൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? US മുന്നോട്ട് വെച്ച 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് വൈറ്റ് ഹൌസിൽ ഒരു നിർണായക കൂടിക്കാഴ്ച നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിൽ എത്തിയിട്ടുണ്ട്. ഇരു നേതാക്കളും പങ്കെടുക്കുന്ന ഈ അത്താഴ വിരുന്ന് പുരോഗമിക്കുകയാണ്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയിലെ വെടിനിർത്തലും ഇറാനുമായുള്ള സംഘർഷവുമാണ് പ്രധാന ചർച്ചാ വിഷയമായി എത്തിയിട്ടുള്ളത്. ഇതിനിടെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്ത് നോബൽ കമ്മിറ്റിക്ക് അയച്ചൊരു കത്ത് നെതന്യാഹു ഇപ്പോൾ ട്രംപിന് കൈമാറിയിട്ടുണ്ട്. ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ട്രംപിന്റെ പരിശ്രമത്തെ നെതന്യാഹു അഭിനന്ദിച്ചിട്ടുണ്ട്. ഇറാനിലെ ആക്രമണങ്ങളെ ഉദ്ധരിച്ച് വെല്ലുവിളികളെ നേരിടാൻ അസാധാരണമായ ടീം വർക്കാണ് ഉണ്ടായതെന്നും നെതന്യാഹു പറഞ്ഞു. ഈ ലോക സമാധാനത്തിനായി പ്രയത്നിക്കുന്ന ട്രംപ് എന്തുകൊണ്ടും സമാധാനത്തിനുള്ള നോബലിന് അർഹനാണെന്നാണ് നെതന്യാഹുവിന്റെ പരാമർശം. മറുവശത്ത് ഒരുമിച്ച് നിന്നാൽ വൻ വിജയമാണ് നേടിയെടുക്കാനാവുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ഭാവിയിലും ഈ കൂട്ടായ്മ വലിയ വിജയമായി മാറുമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനിടെ ഇന്ത്യയും പാകിസ്ഥാനുമുള്ള സംഘർഷം ഉൾപ്പെടെ ഇന്ത്യ പാക് സംഘർഷം ഉൾപ്പെടെ നിരവധി യുദ്ധസമാനമായ സാഹചര്യങ്ങൾ തന്റെ ഇടപെടലിലൂടെ ഒഴിവായി എന്ന് ഒരു അവകാശവാദം ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഗാസയിലും നല്ലത് സംഭവിക്കുമെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഗാസയിലെ പലസ്തീനികളെ ഏറ്റെടുക്കാനായി രാജ്യങ്ങളെ കണ്ടെത്തുമെന്നും പലസ്തീനികൾക്ക് സ്വതന്ത്രമായ ഭാവി ഉണ്ടാകുമെന്നും നെതന്യാഹുവും പറയുന്നുണ്ട്. ഇതിനിടെ ഇറാനുമായുള്ള ആണവ കരാറിൽ വീണ്ടും ചർച്ചകൾ നടക്കുമെന്നാണ് ട്രംപും വ്യക്തമാക്കിയിട്ടുള്ളത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നെതന്യാഹു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വൈറ്റ് ഹൌസിലേക്ക് എത്തിയത്. ഗാസയിൽ സമാധാന ഉടമ്പടിക്ക് അവസരം ഒരുങ്ങുന്നു എന്നാണ് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെയും ഒരു പ്രതികരണം പുറത്തു വന്നത്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടക്കുന്ന ഈ വെടിനിർത്തൽ ചർച്ചകളിൽ സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കുമെന്നാണ് വൈറ്റ് ഹൌസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതിനായി വിറ്റ്കോഫ് ചൊവ്വാഴ്ച ദോഹയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ സിറിയയുമായുള്ള പ്രശ്നത്തിലും മധ്യസ്ഥത വഹിക്കാമെന്ന് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിക്കുകയാണെങ്കിൽ തുടർന്നുള്ള ആക്രമണങ്ങളിൽ USന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായി ഇസ്രായേലും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അഖില, ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് നെതന്യാഹു. മാത്രമല്ല, ഹമാസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ തുടരുകയാണ്. മനു അഖിലയാണ് വിവരങ്ങൾ നൽകിയത്.